ICT മാർക്കറ്റ് മേക്കേഴ്സ് സീരീസ് 2. ഇന്ന് നമ്മൾ മാർക്കറ്റ് മേക്കേഴ്സ് സീരീസിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡാണ് ചെയ്യുന്നത്. നമ്മുടെ എപ്പിസോഡിൻ്റെ ടോപ്പിക് എന്ന് പറയുന്നത് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് റിസ്ക് മാനേജ്മെൻ്റ് ആണ്. നമ്മൾ ICT മാർക്കറ്റ് മേക്കേഴ്സ് എപ്പിസോഡ് 1 എന്തൊക്കെയാണ് പറഞ്ഞത്? ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ടാണ് നമ്മൾ ചെയ്തത്. ഒരു ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ട് ചെയ്തു. ഏതൊക്കെ രണ്ട് തരത്തിലെ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, FIIs ആൻഡ് DIIs. FIIസിൻ്റെ എക്സാമ്പിൾ പറഞ്ഞു, DIIസിൻ്റെ എക്സാമ്പിൾ പറഞ്ഞു. അതുപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഒരു മോഡ് ഓഫ് ഓപ്പറേഷൻ എങ്ങനെയാണെന്ന് ഒരു സേവർ ആൻഡ് ബോറോവർ കോൺസെപ്റ്റ് വെച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. ഓക്കെ, അങ്ങനെ ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് കിട്ടുന്ന ഒരു വീഡിയോ ആയിരുന്നു നമ്മൾ എപ്പിസോഡ് 1 ചെയ്തത്. ഇന്ന് നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്തത് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് അവരുടെ റിസ്ക് മാനേജ്മെൻറ്റ്. ടോട്ടലി ഒരു റീറ്റെയിലറും ഒരു ഇൻസ്റ്റിറ്റ്യൂഷനും തമ്മിൽ, ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ട്രേഡറും ഒരു റീറ്റെയിലറും തമ്മിലുള്ള ഒരു ബേസിക് ഡിസ്റ്റിങ്ഷനാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വെൽക്കം ടു T4T. അപ്പോൾ നമ്മൾ എപ്പിസോഡ് 1 നമ്മൾ ICT മാർക്കറ്റ് മേക്കേഴ്സ് സീരീസ് എപ്പിസോഡ് 1 പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഒന്നുകൂടി റീക്യാപ്പ് ചെയ്തെടുക്കുകയാണ്. നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ ട്രേഡിംഗ് ക്യാപിറ്റൽ, നിങ്ങൾ പലർക്കും അറിയാത്ത കാര്യം, അല്ലെങ്കിൽ കുറച്ച് ആളുകൾക്ക് അറിയുന്ന കാര്യം. ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ എവിടെ നിന്നാണ് ഇത്രയും ക്യാഷ് വരുന്നത്? നമുക്കറിയാം, ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ലാർജ് ക്യാപിറ്റൽ വെച്ചിട്ട് ട്രേഡ് ചെയ്യുന്ന ആളുകളാണ് കമ്പയർ ടു റീറ്റെയിലർ. ഓക്കെ, അപ്പോൾ എന്താണ്, നമ്മൾ ബേസിക് അണ്ടർസ്റ്റാൻഡിങ് കൊടുത്താണ്. എന്താണ് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്? ഒരു ഇൻവെസ്റ്ററുടെയും അല്ലെങ്കിൽ ഒരു ബിസിനസ്സിൻ്റെയും നടുക്കിലുള്ള ഒരു ഇൻ്റർമീഡിയറിയാണ്. ഒരു സേവറുടെയും ഒരു ബോറോവറുടെയും നടുക്കിലുള്ള ഒരു ഇൻ്റർമീഡിയറി, അല്ലെങ്കിൽ എന്താണ്, ഒരു മിഡിൽ മാൻ ആയിട്ടാണ് ഒരു ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വർക്ക് ചെയ്യുന്നത്. ഇവിടെ എന്താ ചെയ്യുന്നത്? ഇൻവെസ്റ്റേഴ്സിൻ്റെ, ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താണ്, ഒരുപാട് ഇൻവെസ്റ്റേഴ്സിൻ്റെ അവരുടെ ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ആക്ച്വൽ ക്യാപിറ്റൽ. എന്താണ്? ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ വോൾ ക്യാപിറ്റൽ ആണ്, അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ വോൾ ഇൻവെസ്റ്റ്മെൻറ്റ്, അവർ ആ ഒരു കമ്പനിയിലേക്ക് ഇടുന്ന ആ ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ക്യാപിറ്റൽ. ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ത് ചെയ്യും? ബിസിനസ്സിന് മണി ബോറോ ചെയ്യും, അതുപോലെ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ്മെൻറ്റ്സ് നടത്തും, പിന്നെന്താണ്, വേറെ അതർ ബിസിനസ്സും ചെയ്യും. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എന്താണ്, അവിടെ നിന്ന് അതുപോലെ തന്നെ ഈ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഈ ഇൻവെസ്റ്റ്മെൻറ്റ് യൂസ് ചെയ്തുകൊണ്ട്, അതിനെ ഒരു ക്യാപിറ്റലായിട്ട് യൂസ് ചെയ്തുകൊണ്ട്, അതിന് ബോറോ ചെയ്തുകൊണ്ട്, ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട്, ഓക്കെ, ചെയ്തും കൊണ്ടുള്ള ഏണിങ്സ് ജനറേറ്റ് ചെയ്യും. ഏണിങ്സ് ജനറേറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഒരു സർട്ടൻ പോയിൻ്റ് എന്ത് ചെയ്യും? റിട്ടേൺ ആയിട്ട് ഇൻവെസ്റ്റർക്ക് കൊടുക്കും. ഇതാണ് ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ട്രേഡിങ്ങിൻ്റെ ഒരു ട്രേഡിംഗ് സൈക്കിൾ എന്ന് വേണമെങ്കിൽ പറയാം. എന്താണ്, ഒരു ഓപ്പറേഷണൽ സൈക്കിൾ എന്ന് പറയാം. ഒന്നുകൂടി പറയുന്നത്, ഒരു ഇൻവെസ്റ്ററുടെ കയ്യിൽ നിന്ന് അവരുടെ ഇൻവെസ്റ്റ്മെൻ്റ് എല്ലാം എന്താവും? ഒരു പൂൾ ഓഫ് ക്യാപിറ്റലാക്കിയിട്ട് എന്ത് ചെയ്യും? ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആ ക്യാഷ് അതർവൈസ് ബിസിനസ്സിലേക്ക് ബോറോ ചെയ്യാൻ കൊടുക്കും. എന്താണ്, ബിസിനസ് ആളുകൾക്ക് വേണ്ട ക്യാഷായിട്ട്, ലെൻഡിങ് മണി ആയിട്ട് കൊടുക്കും. അതുപോലെ തന്നെ അതർ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ചെയ്തിട്ട് ഈ ബിസിനസ്സിലും, ഈ ഒരു ട്രേഡിങ് ഇൻവെസ്റ്റ്മെൻറ്റ്സിലും ബിസിനസ്സിൽ നിന്നും ഇൻകം ജനറേറ്റ് ചെയ്യും. ഏണിങ്സ് ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ആ ജനറേറ്റ് ചെയ്ത ഏണിങ്സിൻ്റെ ഒരു സർട്ടൻ പെർസെൻറ്റേജ് റിട്ടേൺ ഇൻവെസ്റ്റേഴ്സിന് തന്നെ കൊടുക്കും. ഓക്കെ, ഇതാണ് ആ ഒരു ഓപ്പറേഷൻ സൈക്കിൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എന്താണ്, അപ്പം നമുക്ക് ടോട്ടലി മനസ്സിലായ എന്താണ്, ഒരു ക്ലയൻസിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ്. ഈ ക്ലയൻസ് ആ കമ്പനിയിൽ വിശ്വസിച്ച് കമ്പനീൻ്റെ പ്രൊഡക്റ്റ് എന്താവാം, നമ്മൾ പറഞ്ഞ പോലെ മ്യൂച്വൽ ഫണ്ട്സ് ആവാം, ഓക്കെ, അതുപോലെ ഇൻഷുറൻസ് കമ്പനി ആവാം, ബാങ്കുകളാവാം. ഇവരുടെയൊക്കെ എന്താണ്, ഒന്നെങ്കിൽ ആ ഒരു ക്ലയൻറ്റിന് ചില സർവീസ് കൊടുക്കുന്നു, അല്ലെങ്കിൽ ചില പ്രൊഡക്ട്സ് ആയിരിക്കും കൊടുക്കുക. ഒരു മ്യൂച്വൽ ഫണ്ടിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഫണ്ടാണ് അവരുടെ പ്രൊഡക്റ്റ്. ഓക്കെ, ഒരു ഇൻഷുറൻസ് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ടേം ഇൻഷുറൻസ് ആണ് അവരുടെ പ്രൊഡക്റ്റ്. ബാങ്കിൻ്റെ ആണെങ്കിൽ എന്താണ്, അവരുടെ സർവീസാണ് അവരുടെ പ്രൊഡക്റ്റ്. ഓക്കെ, അപ്പോൾ എന്താവും, ഈ ക്ലയൻസിൻ്റെ ക്യാഷ് എല്ലാം കൂടി എന്ത് ചെയ്യും? ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻസ് അവരുടെ ക്യാപിറ്റലാക്കി മാറ്റിയിട്ട് അവർ വേറെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് നടത്തിയിട്ട് അതിൽ നിന്ന് കിട്ടുന്ന ഇൻകം എന്ത് ചെയ്യും? ക്ലയൻസിന്
വീതിച്ച് കൊടുക്കും. വീതിച്ച് കൊടുക്കും എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ നിന്ന് അവർക്ക് കിട്ടുന്ന ഇൻകത്തിൻ്റെ ഒരു സെർട്ടൺ പെർസെൻറ്റേജ് ക്ലയൻസിന് കൊടുക്കും. കാരണം എന്താണ്? ഇവരുടെ ട്രേഡിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് ക്ലയൻസിൻ്റെ ക്യാപിറ്റലാണ്. കാരണം എന്താണ്? ഈ ക്ലയൻസ് ആണ് ക്യാപിറ്റൽ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ. അതുപോലെ തന്നെ എന്താണ് നമ്മൾ ബാങ്കിൻ്റെ ആ ഒരു ഓപ്പറേഷൻ സൈക്കിൾ പറഞ്ഞു, മ്യൂച്വൽ ഫണ്ട്. ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ മെയിനായിട്ട് മ്യൂച്വൽ ഫണ്ട് നമ്മളിപ്പോൾ പറഞ്ഞ ഈ 2 എക്സാമ്പിൾ കൂടി നോക്കുകയാണെങ്കിൽ എന്താ ഇൻവെസ്റ്റേഴ്സിൻ്റെ ക്യാഷ് എല്ലാം കൂടി എന്താ ചെയ്യും? പൂൾ ഇൻ ദെയർ മണി എന്ന് പറഞ്ഞാൽ എന്താണ്? ഓരോ ഭാഗത്ത് നിന്ന് ഓരോ ടൈപ്പ് ഇൻവെസ്റ്റേഴ്സ് ആയിരിക്കും. ഇവരുടെയൊക്കെ ക്യാഷ് എന്ത് ചെയ്യും? പൂൾ ഓഫ് മണി ആക്കിയിട്ട് ഒരു ഹ്യൂജ് ക്യാപിറ്റൽ ആക്കിയിട്ട് എന്ത് ചെയ്യും? ആ മ്യൂച്വൽ ഫണ്ടിൽ ഒരു ഫണ്ട് മാനേജേഴ്സ് ഉണ്ടാവും. അവരെന്ത് ചെയ്യും? അവർ ചൂസ് ആൻഡ് ഇൻവെസ്റ്റ് സെക്യൂരിറ്റീസ്. അവരെന്ത് ചെയ്യും? ഈ ഇൻവെസ്റ്റേഴ്സിൻ്റെ ക്യാഷ് എല്ലാം കൂടിയിട്ട് അവരുടെ റിസ്ക് ആപ്പറ്റൈറ്റിനനുസരിച്ചിട്ടുള്ള സെക്യൂരിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യും. ഓക്കെ. ഡൈവേഴ്സിഫൈ ചെയ്തിട്ട് ഇൻവെസ്റ്റ് ചെയ്യും. ഓക്കെ. അത് സെക്യൂരിറ്റീസിലാവാം, ഷെയർസിലാവാം, ഡിബഞ്ചേഴ്സിലാവാം, ഇക്വിറ്റിയിലാവാം, ഡെറിവേറ്റീവിലാവാം. അതിനുശേഷം എന്ത് ചെയ്യും? അതിൽ ജനറേറ്റ് ഇൻകം ജനറേറ്റ് ചെയ്യും. അതിൻ്റെ ഒരു സെർട്ടൺ പെർസെൻറ്റേജ് ഓഫ് റിട്ടേൺ പാസ്റ്റ് ബാക്ക് ദ ഇൻവെസ്റ്റേഴ്സിന് കൊടുക്കും. അതുകൊണ്ടാണ് പറയുന്നത് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ആ ഒരു സൈക്കിൾ എന്ന് പറയുന്നത് ഈ ഒരു മോഡ് ഓഫ് ഓപ്പറേഷൻ ആണ്. ഓക്കെ. അതുകൊണ്ട് തന്നെ ദ മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താണ്? ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് യൂസ് ചെയ്യുന്ന അവരുടെ ക്യാഷ് എന്ന് പറയുന്നത് എന്താണ്? അല്ലെങ്കിൽ അവരുടെ ഫണ്ട് അല്ലെങ്കിൽ അവരുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് എന്താണ്? അവരുടെ ഇൻവെസ്റ്റേഴ്സിൻ്റെയോ ക്ലയൻസിൻ്റെയോ മണി യൂസ് ചെയ്തും കൊണ്ടാണ് അവർ ട്രേഡ് ചെയ്യുന്നത്. എന്നാൽ റീറ്റെയിലർ എന്താണ്? ദെയർ ഓൺ മണി യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ. ഇൻവെസ്റ്റേഴ്സ് ചെയ്യുന്നത് അവരുടെ ക്ലയൻസ്, അവരുടെ ഇൻവെസ്റ്റേഴ്സിൻ്റെ ക്യാഷ് എല്ലാം കൂടി പൂൾ ഓഫ് മണി ആക്കിയിട്ട്, പൂൾ ഓഫ് മണി എന്ന് പറഞ്ഞാൽ എന്താണ്? ഓരോ ഓരോ ആളുകളുടെ ഇൻവെസ്റ്റ്മെൻറ്റ്സോ കാര്യങ്ങളെല്ലാം കൂടി അല്ലെങ്കിൽ അവർ പ്രൊവൈഡ് ചെയ്യുന്ന ചെറിയ ചെറിയ ക്യാപിറ്റൽ എല്ലാം യൂസ് ചെയ്ത് ഒരു പൂൾ ഓഫ് വലിയ ബണ്ടിൽ ഓഫ് ക്യാപിറ്റലാക്കി മാറ്റിയിട്ട് അതിനെ ഒരു ട്രേഡിംഗ് ക്യാപിറ്റലാക്കി മാറ്റിയിട്ട് ഇൻകം ജനറേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മൾ റീറ്റെയിൽസ് എന്താണ്? യൂസിങ് ദെയർ ഓൺ മണി, നമ്മളുടെ കയ്യിലുള്ള പൈസ, നമ്മളുടെ എന്താണ്? ചിലപ്പോൾ സേവിങ്സ് ആവാം, ചില ആളുകൾ ലോൺ എടുത്തിട്ട് കൊണ്ടുവരുന്ന ക്യാഷ് ആവാം. ഓക്കെ. ഏത് തരം ക്യാഷ് ആവാം. ഓക്കെ. ഈ ക്യാഷ് കൊണ്ടാണ് നമ്മൾ റീറ്റെയിലേഴ്സ് ട്രേഡ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ എന്താണ്? ഇൻസ്റ്റിറ്റ്യൂഷൻസ് യൂസ് ചെയ്യുന്നത് ഇൻവെസ്റ്റേഴ്സിൻ്റെ അവരുടെ ക്ലയൻറ്റ് മണിയാണ്. ഓക്കെ. റീറ്റെയിലേഴ്സ് യൂസ് ചെയ്യുന്നത് ദെയർ ഓൺ മണി. നമുക്ക് ആ ഒരു ക്ലാരിഫിക്കേഷൻ വ്യക്തമായതുകൊണ്ട് തന്നെ എന്താണ്? നമുക്ക് റിസ്ക് ടോളറൻസ് ഒന്ന് ജസ്റ്റ് നോക്കാം. ഓക്കെ. റിസ്ക് ടോളറൻസ് ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞ പോലെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻസ് യൂസ് ചെയ്യുന്നത് എന്താണ്? അവരുടെ ഇൻവെസ്റ്റേഴ്സിൻ്റെ ക്ലയൻറ്റ് മണിയാണ്. ഓക്കെ. ഈ ക്ലയൻസ് ആണ് പ്രൊവൈഡിങ് ക്യാപിറ്റൽ ടു പെർഫോം. ഒരു ഇൻസ്റ്റിറ്റ്യൂഷന് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്യാപിറ്റൽ പ്രൊവൈഡ് ചെയ്യുന്നത് ആരാണ്? ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ക്ലയൻസ് ഓർ ഇൻവെസ്റ്റേഴ്സ് ആണ്. അങ്ങനെ എന്ത് ചെയ്യും? ഈ ക്ലയൻസിൻ്റെ അല്ലെങ്കിൽ ഈ ഇൻവെസ്റ്റേഴ്സിൻ്റെ പ്രൊവൈഡ് ടു ക്യാപിറ്റൽ ടു പെർഫോം ഈ ഒരു ഇൻവെസ്റ്റ്മെൻ്റ് എല്ലാം പൂൾ ചെയ്തിട്ട് ഒരു വലിയ ക്യാപിറ്റലാക്കി മാറ്റും. ഓക്കെ. വലിയ ക്യാപിറ്റലാക്കി മാറ്റും. എന്നിട്ട് എന്ത് ചെയ്യും? ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യും. ഓക്കെ. ഇപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് എന്താണ്? ദേ ആർ ലൈബിൾ ടു ഗീവ് റിട്ടേൺ ടു ദ ക്ലയൻസ് ഓർ ഇൻവെസ്റ്റേഴ്സ്. ഈ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുമ്പോഴെന്താണ്? അവരൊരു കാര്യം ആലോചിക്കും. എന്താണ്? ഈ ക്ലയൻറ്റിൻ്റെ ക്യാഷ് യൂസ് ചെയ്തുകൊണ്ടാണ് ഞങ്ങൾ ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ്? ഇതിൽ നിന്നും ജനറേറ്റ് ചെയ്യുന്ന ഒരു ഇൻകത്തിൻ്റെ ഒരു സെർട്ടൺ പെർസെൻറ്റേജ് ആർക്ക് കൊടുക്കണം? ഈ ക്ലയൻസിന് കൊടുക്കണ്ടേ? അതുകൊണ്ട് തന്നെ എന്തായിരിക്കും? അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് ദേ ആർ ബേസ്ഡ് ഓൺ ദെയർ റിസ്ക് ടോളറൻസ് അനുസരിച്ചിട്ടാണ്. എന്താണ്? ഹൈ റിസ്ക് എടുക്കും, മീഡിയം റിസ്ക്കും എടുക്കും. ഓക്കെ. അപ്പം മെയിനായിട്ട് നമ്മൾ പറയുന്നതെന്ന് പറഞ്ഞാൽ ക്ലയൻസ് ഇൻവെസ്റ്റേഴ്സ് ആണ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന് ഫണ്ട് കൊടുക്കുന്നത്. എന്ന് വെച്ചാൽ എന്താ? ഒരു മ്യൂച്വൽ ഫണ്ട് കമ്പനിയിൽ അവരുടെ മ്യൂച്വൽ ഫണ്ട്സിൽ ആളുകൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഓക്കെ. അതുകൊണ്ട് തന്നെ ആ മ്യൂച്വൽ ഫണ്ടിന് മാർക്കറ്റിൽ പെർഫോം ചെയ്യാൻ വേണ്ടി ഉള്ള ക്യാഷ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ അവരുടെ ഫണ്ട് എന്ന് പറയുന്നത് അവരുടെ ആ പ്രൊഡക്റ്റ് ആയിട്ടുള്ള മ്യൂച്വൽ ഫണ്ടാണ്. ഓക്കെ. ഏതാണ് അവരുടെ ഫണ്ട്? അതാണ് അവരുടെ പ്രൊഡക്റ്റ്. ഈ പ്രൊഡക്റ്റിലാണ് ആളുകൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ. അതുകൊണ്ട് തന്നെ എന്താണ്? ക്ലയൻസ് ആണ് പ്രൊവൈഡിങ് ടു ക്യാപിറ്റൽ ടു പെർഫോം ചെയ്യുന്നത്. അപ്പോൾ എന്താണ്? ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ത് ചെയ്യും? പൂൾ ദ മണി ഫോർ ഇൻവെസ്റ്റ്മെൻറ്റ്സ്. ഓക്കെ. അപ്പോൾ എന്ത് ചെയ്യും? ഈ ഇൻവെസ്റ്റേഴ്സിൻ്റെ ക്യാഷ് എല്ലാം കൂടി പൂൾ ചെയ്തുകൊണ്ട് ട്രേഡിംഗ് ക്യാപിറ്റലാക്കി മാറ്റും. അവർ ഏതിലാണോ ട്രേഡ് ചെയ്യുന്നത് അതിൻ്റെ ഒരു ക്യാപിറ്റലാക്കി മാറ്റും. ഓക്കെ. അടുത്തത് എന്താണ്? അവർ ഇൻവെസ്റ്റ്മെൻറ്റ്സ് സെലക്ട് ചെയ്യും. ആ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ഇൻവെസ്റ്റേഴ്സ് ഇവരുടെ ആ ഒരു ട്രസ്റ്റിൻ്റെ ബേസിലാണ് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നത്.
ഓക്കെ, ട്രസ്റ്റ് ഉണ്ടാവും. അതുപോലെ തന്നെ അവരുടെ സ്റ്റഡീൻ്റെ ബേസിലൊക്കെ ആയിരിക്കും ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ അല്ലെങ്കിൽ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്, ക്ലയൻസ് ഓർ ഇൻവെസ്റ്റേഴ്സ്. അപ്പോൾ എന്താണ്, അവർ ലയബിളാണ്. എന്താണ്, ഇവിടെ അവർ ആ ഇൻസ്ട്രുമെൻറ്റിൽ അല്ലെങ്കിൽ ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി അതിൽ നിന്ന് കിട്ടുന്ന ആ ഒരു ഇൻകം ജനറേറ്റ് ചെയ്തതിൻ്റെ ഒരു സർട്ടേൺ പെർസെൻറ്റേജ് എന്ത് ചെയ്യണം, അവരുടെ ക്ലയൻസിന് കൊടുക്കണം, അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സിന് എന്താണ് റിട്ടേൺ ആയിട്ട് കൊടുക്കേണ്ട ഒരു ബാധ്യസ്ഥത ഇൻസ്റ്റിറ്റ്യൂഷനുണ്ട്. അതുകൊണ്ട് തന്നെ എന്താണ്, അവരുടെ റിസ്ക് എന്ന് പറയുന്നത് ഹൈ റിസ്ക് ആവാം, മീഡിയം റിസ്ക് ആവാം. അതൊക്കെ എന്താണ്, ഡിപ്പെൻഡ് അപ്പോൺ ദ റിസ്ക് അപ്പറ്റൈറ്റ് ഓഫ് ദ കമ്പനി. അതുകൊണ്ട് തന്നെ അവരുടെ റിസ്ക് എന്ന് പറയുന്നത് എന്താണ്, ബേസ്ഡ് ഓൺ ദെയർ റിസ്ക് ടോളറൻസ്. അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ബേസ്ഡ് ഓൺ ദെയർ റിസ്ക് ടോളറൻസ്. അപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇതുവരെ നമ്മൾ പറഞ്ഞ സ്ഥിതിക്ക് എന്താണ്, അവരുടെ ഇൻവെസ്റ്റേഴ്സിൻ്റെ ക്യാഷ് എല്ലാം കൂടി അവരെന്ത് ചെയ്യും, ഒരു പൂൾ ഓഫ് മണി ആക്കി മാറ്റിയതിന് ശേഷം എന്ത് ചെയ്യും, അവർ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻസ് ചെയ്യും. അവർ ലയബിളാണ്. കാരണം എന്താണ്, അവർ ഇൻവെസ്റ്റേഴ്സിൻ്റെ ക്യാഷ് യൂസ് ചെയ്തുകൊണ്ട് ട്രേഡ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് ജനറേറ്റ് ചെയ്യുന്ന ഇൻകത്തിൻ്റെ ഒരു സർട്ടേൺ പെർസെൻറ്റേജ് എങ്ങോട്ട് കൊടുക്കണം, ഇൻവെസ്റ്റേഴ്സിന് റിട്ടേൺ കൊടുക്കണം. കാരണം അവരുടെ ആ ഒരു ട്രസ്റ്റിൻ്റെ ബേസിൽ അല്ലെങ്കിൽ അവരുടെ ഒരു സ്റ്റഡീൻ്റെ ബേസിലാണ് അവർ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷന് പണം നൽകുന്നത്. അപ്പം ഇൻസ്റ്റിറ്റ്യൂഷൻ ലയബിളാണ്. തിരിച്ച് അതിൽ നിന്ന് അവരുടെ ക്യാഷ് വെച്ച് ജനറേറ്റ് ചെയ്യുന്ന ഇൻകത്തിൽ നിന്ന് അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രോഫിറ്റിൽ നിന്ന് ഒരു വിഹിതം തിരിച്ച് ക്ലയൻസിന് കൊടുക്കണം. അപ്പോൾ ഏതൊരു ഇൻസ്റ്റിറ്റ്യൂഷൻസിനും എന്താണ്, ഒരു പോർട്ട്ഫോളിയോ മാനേജേഴ്സ് അല്ലെങ്കിൽ ഒരു അസറ്റ് മാനേജർ ഉണ്ടാവും. ഓക്കെ, ഈ പോർട്ട്ഫോളിയോ മാനേജേഴ്സ് ഉണ്ടാവും. ഈ മാനേജേഴ്സ് എന്ത് ചെയ്യും, അവരുടെ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ റിസ്ക് അപ്പറ്റൈറ്റ് അല്ലെങ്കിൽ റിസ്ക് അലൈൻമെൻ്റ് എല്ലാം ചെക്ക് ചെയ്തിട്ട് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻവെസ്റ്റിംഗ് അസറ്റ് ക്ലാസ്സുകളുണ്ട്. ക്യാഷ്, ഗോൾഡ്, ഡെപ്പോസിറ്റ്, ETF, ബോണ്ട്, സ്റ്റോക്ക്. ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താണ്, ഈ മുകളിലേക്ക് പോകുന്നതിനനുസരിച്ച് എന്താണ്, റിസ്ക് കൂടും. അതുപോലെ തന്നെ താഴേക്ക് പോകുന്തോറും എന്താണ്, സൈഡിലേക്ക് പോകുന്തോറും ആ ഒരു ഗ്രാഫ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. ഈ ഒരു രീതിയിൽ നമുക്ക് മുകളിലേക്ക് പോകുന്തോറും റിസ്ക്കും കൂടും, ദൂരം ഇതുപോലെ പോവുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്, റിവാർഡും കൂടും. അപ്പോൾ എന്താണ്, ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ എപ്പോഴും എന്താണ്, അവരുടെ റിസ്ക് അപ്പറ്റൈറ്റിനനുസരിച്ചിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് മാത്രമേ അവർ ചൂസ് ചെയ്യൂ. ചില ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്താണ്, അവർ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് ഗവൺമെൻറ് ബോണ്ട്സാണ്. കാരണം എന്താണ്, അവർക്ക് അധികം റിസ്ക് എടുക്കാൻ പറ്റില്ല. അവരൊരു മീഡിയം ടേം റിസ്ക് എടുക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിരിക്കും. ഓക്കെ, ചില ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്താണ്, സ്റ്റോക്സിൽ ഇൻവെസ്റ്റ് ചെയ്യും. അതുപോലെ ചില ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഡെറിവേറ്റീവിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യും. ഡെറിവേറ്റീവിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഹൈ റിസ്ക് ആയിട്ടുള്ള ഒരു സംഭവമാണ്. അവിടെ എന്ത് ചെയ്യും, ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ സെല്ലിംഗ് ഒക്കെ ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. അവരൊക്കെ ഹൈ റിസ്ക് എടുക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട, ഇൻസ്റ്റിറ്റ്യൂഷനിൽ തന്നെ ഹൈ റിസ്ക് എടുക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസും ഉണ്ട്, ലോ റിസ്ക് എടുക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസും ഉണ്ട്. ഓക്കെ, അപ്പോൾ എന്താണ്, ഓരോരുത്തരും അവരുടെ റിസ്ക് അപ്പറ്റൻസ്, നമ്മളുടെ റിസ്ക് അപ്പറ്റൻസ് അനുസരിച്ചിട്ട്, ഓക്കെ, എനിക്ക് എൻ്റെ ഒരു റിസ്ക് അപ്പറ്റൻസ് അനുസരിച്ച് എനിക്ക് സ്വിംഗ് ട്രേഡേ സെറ്റ് ആവും, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ റിസ്ക് അപ്പറ്റൻസ് അനുസരിച്ചിട്ട് ഓപ്ഷൻ ബൈയിങ് നടക്കില്ല, ഓപ്ഷൻ സെല്ലിങ്ങേ പറ്റും. അതുപോലെ തന്നെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ മാനേജേഴ്സിന് അറിയാം എന്താണ്, അവരുടെ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷന് ഏത് ടൈപ്പ് ഓഫ് ട്രേഡിംഗ് ആണ് അവർക്ക് പറ്റിയത്. ചില ആളുകൾക്ക് സ്റ്റോക്സ് ആയിരിക്കാം, ചില ആളുകൾക്ക് ബോണ്ട്സ് ആയിരിക്കാം, ചില ഇൻസ്റ്റിറ്റ്യൂഷൻസ് ETF ആയിരിക്കാം. ഓക്കെ, ചില ആളുകൾ കൊമോഡിറ്റീസിലായിരിക്കാം. ഓക്കെ, അതുകൊണ്ടാണ് പറയുന്നത് ഇതൊക്കെ എന്താണ്, അവരുടെ റിസ്ക് അപ്പറ്റൻസിനനുസരിച്ചിട്ട്, ഓക്കെ, അവരുടെ കമ്മിറ്റ്മെൻറ്റ്സിനനുസരിച്ചിട്ട്. ഓക്കെ, അപ്പോൾ എന്താണ്, അവർക്കറിയാം അവരുടെ റിസ്ക് എന്താണ്, അല്ലെങ്കിൽ അവർക്ക് വേണ്ട റിട്ടേൺ എന്താണ്. ഓക്കെ, അപ്പോൾ എന്താണ്, നിങ്ങൾ ഇവിടെ കാണുന്നത് എന്താണ്, റിസ്ക്കും റിട്ടേണും തമ്മിലുള്ളൊരു ട്രേഡ് ഓഫ് ചാർട്ടാണ്. ഓക്കെ, ഇത് കാണുമ്പോൾ എന്താണ്, ഇവിടെ ലോ റിസ്ക് ലോ റിട്ടേൺ, ഇവിടെ ഹൈ റിസ്ക് ഹൈ പൊട്ടൻഷ്യൽ റിട്ടേൺ, ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ആണ്. ഓക്കെ, നമുക്ക് ഒരു സ്ലൈഡിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് സിമ്പിളായിട്ട് കാര്യം മനസ്സിലാവും. ഓക്കെ, നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ഗ്രാഫ്. ഓക്കെ, ഗ്രാഫ് എക്സ് ആക്സസ് വൈ ആക്സസ് ഒന്നും പറയേണ്ട ആവശ്യമില്ല. റിസ്ക് ആൻഡ് റിവാർഡ് ട്രേഡ് ഓഫിൻ്റെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ആണ്. ഇത് നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷന് മാത്രമല്ല, നമ്മൾ റീറ്റെയിലേഴ്സ് ചെയ്യുന്നവർക്ക്. ഓക്കെ, നിങ്ങൾ ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ഇത് 0, ഇവിടെ 0 ആയിട്ടായിരിക്കും വരിക. ഇവിടെ നിന്ന് മുകളിലേക്ക് പോകുന്നതിനനുസരിച്ച് റിസ്ക് എപ്പോഴും കൂടും. ഓക്കെ, റിസ്ക് കൂടിയിട്ടായിരിക്കും. ഓക്കെ, അതുപോലെ ഇത് റിട്ടേൺ ലെവലാണ്. ഓക്കെ, ഈ റിട്ടേണിൽ ഇങ്ങോട്ട് പോകുന്നതിനനുസരിച്ച് റിട്ടേണും കൂടും. ഇപ്പം നിങ്ങൾ ഫസ്റ്റ് നോക്കുകയാണെങ്കിൽ ഷോർട്ട് ടേം ഡെപ്റ്റ് ഇൻസ്ട്രുമെൻറ്റ്. ഇത് ഷോർട്ട് ടേം ഡെപ്റ്റ് ഇൻസ്ട്രുമെൻ്റ് ആണ്. ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ
ഓക്കെ. ഒരു ഷോർട്ട് ടേം ഡെപ്റ്റ് ഇൻസ്ട്രുമെൻറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ എന്താണ് അവർക്ക് റിസ്ക് ഉണ്ട്. നിങ്ങൾ ഈ ഒരു ലെവൽ ഇപ്പോൾ മാർക്ക് ചെയ്ത് നോക്കുന്ന നിങ്ങൾ റിസ്ക് ഉണ്ട്, അതുപോലെ റിട്ടേണും ഉണ്ട്. റിസ്ക്കും കുറവാണ്, റിട്ടേണും കുറവാണ്. ഓക്കെ. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ എന്താണ് ഗവൺമെൻറ് ബോണ്ട്സ് എന്ന് പറയുമ്പോൾ എന്താണ് കമ്പാരിറ്റീവ്ലി ഇക്വിറ്റി, ഡെറിവേറ്റീവ്, കമ്മോഡിറ്റി, ETF ഇതെല്ലാം കമ്പയർ ചെയ്യുമ്പോൾ ഗവൺമെൻറ് ബോണ്ട്സ് കുറച്ച് സെക്യൂർ ആണ്. കാരണം എന്താണ് ഒരു സ്റ്റേബിൾ ഗവൺമെൻറ് ഉള്ളിടത്തോളം ഗവൺമെൻറ് ബോണ്ട്സിലായിരിക്കും കൂടുതലായിട്ട് എന്താണ് ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടാവാനുള്ള ചാൻസ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇവിടെ നോക്കുകയാണെങ്കിൽ എന്താണ് ഒരു ഗവൺമെൻറ് ബോണ്ട്സിൽ നോക്കുകയാണെങ്കിൽ ഇത്രയും ഈ മാർക്ക് ചെയ്ത് നോക്കൂ, നമുക്ക് റിസ്ക് ഇത്രയേ റിസ്ക് വരുന്നുള്ളൂ. അതുപോലെ തന്നെ എന്താണ് ഇത്രയും റിട്ടേൺ, ഇതാണ് ഇതിൻ്റെ മാക്സിമം റിസ്ക് ആൻഡ് റിട്ടേൺ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ എന്താണ് നമ്മൾ പറഞ്ഞ പോലെ അധികം ഒരു മിഡായിട്ട് അല്ലെങ്കിൽ ഒരു മീഡിയം ലെവൽ റിസ്ക് എടുക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനൊക്കെ ആണെങ്കിൽ എന്താണ് ബോണ്ട്സിലായിരിക്കും ഇൻവെസ്റ്റ് ചെയ്യുക കൂടുതൽ. എന്ന് വെച്ചാൽ എന്താണ് എല്ലാ കൂടുതൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും ഗവൺമെൻറ് ബോണ്ട്സിലും ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ എന്താണ് ഇതിനേക്കാൾ കുറച്ചും കൂടി റിസ്ക് കൂടിയത്, അതുപോലെ റിവാർഡ് സാധ്യത കൂടിയതാണ് ETF, എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട്സ്. ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താണ് ഇതാണ് അതിൻ്റെ ഒരു സോൺ എന്ന് പറയുന്നത്. എന്താണ് ഇത്രയും റിസ്ക് ഉണ്ട്, അതുപോലെ റിട്ടേൺ എന്ന് പറയുന്നത് കമ്പയർ ടു ഷോർട്ട് ടേം ഡെപ്റ്റ് ഇൻസ്ട്രുമെൻറ്റിനേക്കാളും ഗവൺമെൻറ് ബോണ്ടിനേക്കാളും കൂടുതൽ റിട്ടേൺ സാധ്യതകളുമുണ്ട്. ഓക്കെ. അപ്പോൾ എന്താണ് ചില ഇൻസ്റ്റിറ്റ്യൂഷൻസ് അവരുടെ റിസ്ക് അപ്പറ്റൈറ്റ് അനുസരിച്ചിട്ട് ETF ഫണ്ട്സ് തിരഞ്ഞെടുക്കും. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ കൊമോഡിറ്റീസ് എന്ന് പറയുമ്പോൾ എന്താണ് നമ്മൾ ഇപ്പം പറഞ്ഞ ഷോർട്ട് ടേം ഡെപ്റ്റ് ഗവൺമെൻറ് ബോണ്ട് ETFനേക്കാൾ കുറച്ചുകൂടി ഹയർ റിസ്കിയാണ്. അപ്പോൾ എന്താണ് അതിൻ്റെ റിസ്ക് എന്ന് പറയുമ്പോൾ എന്താണ് കുറച്ചുകൂടി കൂടുതലാണ് കമ്പയർ ടു ഷോർട്ട് ടേം ഗവൺമെൻറ് ETF. ഇതിനേക്കാൾ എന്താണ് കുറച്ച് റിസ്ക് കൂടുതലാണ്. അതുപോലെ തന്നെ എന്താണ് അതിനേക്കാൾ റിട്ടേണും കൂടുതലാണ് എന്ന് മനസ്സിലാക്കുക. കണ്ടില്ലേ, റിട്ടേണും കൂടുതലാണ്. അതുകൊണ്ട് എന്താണ് ചില ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്തായും കൊമോഡിറ്റി ട്രേഡിങ്ങിലും അല്ലെങ്കിൽ കൊമോഡിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യും. ഗോൾഡ്, അലൂമിനിയം, അങ്ങനെ കൊമോഡിറ്റീസിൽ ഇൻവെസ്റ്റ് ചെയ്യും. ഓക്കെ. നെക്സ്റ്റ് ആണ് ഇക്വിറ്റി ഷെയർസ് അല്ലെങ്കിൽ ഇക്വിറ്റി അഥവാ ഷെയർസ്. എന്താണ് കൂടുതൽ കമ്പനീസും കമ്പനിയുടെ ഇക്വിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യും. അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എന്താണ് ഈ ഷോർട്ട് ടേമും ഗവൺമെൻറ് ETF, കൊമോഡിറ്റി അതിനേക്കാൾ കൂടുതൽ എന്തായിരിക്കും റിസ്ക് ആയിരിക്കും. ഓക്കെ. ആ ഒരു കമ്പനിയുടെ പെർഫോമൻസിനനുസരിച്ചിട്ടായിരിക്കും അതിൻ്റെ ഈ ഒരു ഇക്വിറ്റിയിൽ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഒക്കെ നമ്മളുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് എല്ലാം. ഓക്കെ. അപ്പോൾ എന്താണ് റിസ്ക് കൂടുന്നതിനനുസരിച്ച് അതിനനുസരിച്ച് എന്താണ് പ്രോഫിറ്റും കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ എന്താണ് ചില ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലെങ്കിൽ മെജോറിറ്റി ഇൻസ്റ്റിറ്റ്യൂഷൻസും എന്താണ് ഇക്വിറ്റി ഷെയർസ് അല്ലെങ്കിൽ ഇക്വിറ്റി സെഗ്മെൻറ്റിൽ അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് കൂടുതലായിരിക്കും. ആൻഡ് ഇതെല്ലാം കൂടി നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഏറ്റവും റിസ്കി എന്ന് പറയുന്നത് എന്താണ് ഡെറിവേറ്റീവ്സിൽ ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ്. ഒരു കോൺട്രാക്ട്സ് അല്ലെങ്കിൽ എന്താണ് നമ്മൾ പറഞ്ഞ ഗവൺമെൻറ് ബോണ്ട്, അതുപോലെ കമ്മോഡിറ്റി, ഇക്വിറ്റി ഇതിൻ്റെ എല്ലാം ഡെറിവേറ്റീവ് സെഗ്മെൻറ്റിൽ ട്രേഡ് ചെയ്യുന്ന ആളുകൾ. ഇപ്പം നിങ്ങൾ നോക്കുന്നത് ഇക്വിറ്റി ഡെറിവേറ്റീവ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പം ഈ കൊമോഡിറ്റീസിൽ തന്നെ ഡെറിവേറ്റീവ് ഉണ്ട്. കൊമോഡിറ്റീൻ്റെ ഡെറിവേറ്റീവ്, ഇക്വിറ്റീൻ്റെ ഡെറിവേറ്റീവ് ഉണ്ട്. ഓക്കെ. ഇതൊക്കെ ഇതിലെ ഡെറിവേറ്റീവ് എന്താണ് അവർ ഉപയോഗിക്കുക, അവരൊരു ഹെഡ്ജിങ് ടൂളായിട്ടാണ് യൂസ് ചെയ്യുക. ഒരു ഇൻഷുറൻസ് എന്ന രീതിയിൽ. ഒബ്വിയസ്ലി ഡെറിവേറ്റീവ് സെഗ്മെൻറ്റിൽ ഫുൾ ടൈമൊക്കെ ആയിട്ട് ട്രേഡ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. ഓപ്ഷൻ സെല്ലിങ്, നമ്മളുടെ ഹിൻഡൻബർഗ്, നമുക്ക് അറിയാം ഹിൻഡൻബർഗ് എന്ന് പറയുന്നത് ഒരു ഷോർട്ട് സെല്ലിംഗ് ഒരു ഫേമാണ്. ഒരു ഷോർട്ട് സെല്ലിംഗ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഫേമാണ്. ഓക്കെ. അവരുടെ റിസ്ക് എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി ഇപ്പം നമ്മൾ പറഞ്ഞതിനേക്കാൾ എല്ലാം ഒരുപാട് റിസ്ക് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അവർ ജനറേറ്റ് ചെയ്യുന്ന ഇൻകവും അതിനനുസരിച്ചിട്ട് കൂടുതലായിരിക്കും. അപ്പോൾ ഈ ഒരു പേ ഓഫ് ചാർട്ട് അനുസരിച്ച് നിങ്ങൾ നോക്കുകയാണെങ്കിൽ മാർക്കറ്റിൽ റിസ്ക് കൂടുന്നതിനനുസരിച്ച് റിട്ടേണും കൂടും. റിസ്ക് കൂടുന്നതിനനുസരിച്ച് റിട്ടേണും കൂടും എന്ന് വെച്ച് നമ്മളുടെ റിസ്ക് ടോളറൻസ് അനുസരിച്ചിട്ടുള്ള ഒരു അസറ്റ് ക്ലാസ്സേ നമ്മൾ തിരഞ്ഞെടുക്കാൻ പറ്റൂ. ഓക്കെ. അതുപോലെ നമ്മളുടെ റിസ്ക് ആപ്പറ്റൈൻസ്, നമ്മളുടെ പേഴ്സണാലിറ്റിക്ക് മാച്ച് ചെയ്യുന്ന അസറ്റ് ക്ലാസ് ഇതിലേതാണ്, അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് ബെറ്റർ. ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഡെറിവേറ്റീവിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അവരുടെ റിസ്ക് അപ്പറ്റൻസ് എന്ന് പറയുന്നത് ഹ്യൂജ് ആയിരിക്കും. അത്രയും ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ള കമ്പനീസ് ആയിരിക്കും ഡെറിവേറ്റീവ് ചെയ്യുക. ചില ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഗവൺമെൻറ് ബോണ്ട്സിൽ മാത്രം ചെയ്യുന്ന ഇതുണ്ട്. കാരണം അവർക്ക് ഹൈ റിസ്ക് എടുത്തുകൂടാ. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മീഡിയം റിസ്ക് മതി, അല്ലെങ്കിൽ മീഡിയം ആയിട്ടുള്ള റിട്ടേൺസ്, അല്ലെങ്കിൽ
ആ ഒരു രീതിയിലുള്ള റിട്ടേൺസ് മതി. അതുപോലെ തന്നെയാണ് നമ്മളുടെ റീറ്റെയിലേഴ്സിൻ്റെ കാര്യവും. ഓക്കെ. അതുകൊണ്ട് തന്നെ നമ്മളുടെ ട്രേഡിംഗ് അല്ലെങ്കിൽ നമ്മളുടെ ട്രേഡിംഗ് മെത്തേഡിൽ നമ്മളൊന്ന് അനാലിസിസ് ചെയ്യണം ഈ ചാർട്ട് വെച്ചിട്ട്. നമ്മളുടെ റിസ്ക് അപ്പറ്റൈൻസ് എന്താണ്? എൻ്റെ റിസ്ക് അപ്പറ്റൈൻസ്, എൻ്റെ ക്യാപിറ്റൽ എത്രയാണ്? എനിക്ക് റിസ്ക് എടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു സർട്ടൺ എമൗണ്ട് എത്രയാണ്? എൻ്റെ പേഴ്സണാലിറ്റി എന്താണ്? അതിന് മാച്ച് ആയിട്ടുള്ള അസറ്റ് ക്ലാസ് മാത്രമേ ഞാൻ തിരഞ്ഞെടുക്കാൻ പറ്റൂ. ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താണ്, ഒബ്വിയസ്ലി എൻ്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് വളരെ കുറഞ്ഞൊരു എമൗണ്ടാണ്. എൻ്റെ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് കുറച്ച് റിസ്ക് എടുക്കാൻ പേടിയുള്ള ഒരാളാണ്. ആ ആൾ ഇവിടെ കിടക്കുന്നു. ആ ആൾക്ക് പറ്റിയ കാര്യങ്ങളാണ് ഈ ഒരു ഷോർട്ട് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ. ഇവർ നേരെ പോയിട്ട് ചെയ്യുന്നത് ഇതായിരിക്കും. ഓക്കെ, നേരെ പോയിട്ട് ആ ഗ്രാഫിലെ എൻഡിലുള്ള ഒരു ഇൻസ്ട്രുമെൻ്റ് ആയിരിക്കും പോയി എടുക്കുന്നത്. അതുപോലെ തന്നെ എന്താണ്, എൻ്റെ വേറൊരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ എൻ്റെ ഒരു പേഴ്സണാലിറ്റിക്കും എൻ്റെ ക്യാപിറ്റൽ, എൻ്റെ ഒരു പേഴ്സണാലിറ്റിക്കും എൻ്റെ ആ ഒരു ബിഹേവിയറൽ പാറ്റേണിനെല്ലാം എനിക്ക് ബെറ്റർ ഇക്വിറ്റി ആയിരിക്കും. പക്ഷെ ഞാൻ സെലക്ട് ചെയ്തത് ഡെറിവേറ്റീവ് ആയിരിക്കും. അതുപോലെ ചില ആളുകൾക്ക് ETF ഫണ്ട്സ്, അതുപോലെ ചില ആളുകൾക്ക് SIP മ്യൂച്വൽ ഫണ്ട്, അതുപോലെ ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആയിരിക്കും ചിലപ്പം മാച്ച്. അവർ പോയിട്ട് ചെയ്യുന്നത് ഡെറിവേറ്റീവ്. എപ്പോഴും എന്താണ്, ഒരു ന്യൂ കമർ എപ്പോഴും എന്താണ് ഈ ഒരു ലെവലിലേക്കേ വരും. ഓക്കെ, ഡയറക്റ്റ് ഇക്വിറ്റി ആൻഡ് ഡെറിവേറ്റീവിലേക്കാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ആ കാര്യങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, നമുക്ക് നേരെ നമ്മളുടെ ടോപ്പിക്കിലേക്ക് വരികയാണെങ്കിൽ എന്താണ്, അപ്പോൾ നമ്മളുടെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനും ഇതുപോലെ തന്നെ അവരുടെ റിസ്ക് അപ്പറ്റൻസ്, അതുപോലെ തന്നെ അവരുടെ മെയിൻ ഒരു കാര്യം പറയുകയാണെങ്കിൽ എന്താണ്, അവർക്ക് കമ്മിറ്റ്മെൻറ്റ്സ് ഉണ്ട്. ഓക്കെ, കമ്മിറ്റ്മെൻറ്റ്സ് ഉണ്ടെന്ന് പറയാൻ കാരണം എന്താണ്, അവർ ക്ലയൻസിൻ്റെ ക്യാഷ് യൂസ് ചെയ്ത് അല്ലെങ്കിൽ അവരുടെ ഇൻവെസ്റ്റേഴ്സ് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആ ഒരു മണീനെ പൂൾ ഓഫ് ലിക്വിഡിറ്റി അല്ലെങ്കിൽ പൂൾ ഓഫ് മണി ആയിട്ട് ഒരു കമ്മിറ്റ്മെൻറ്റ് ഉണ്ടാവും. ഫിനാൻഷ്യൽ എന്തൊക്കെയാണുള്ളത്? മെയിൻറ്റെയിൻ അഡിക്വേറ്റ് ക്യാപിറ്റൽ റിസർവ്സ്. അവർക്ക് ക്യാപിറ്റൽ എപ്പോഴും അഡിക്വേറ്റ് ആയിട്ട് വെക്കണം. അതുപോലെ തന്നെ എൻഷുർ അഡിക്വേറ്റ് ലിക്വിഡിറ്റി, അതുപോലെ മാനേജ് ഫൈനാൻഷ്യൽ റിസ്ക്, ആക്ട് ആസ് എ ക്ലയൻറ്റ് ആസ് എ ബെസ്റ്റ് ഇൻട്രസ്റ്റ്, അതുപോലെ ട്രാൻസ്പെറൻറ്റ് ഫിനാൻഷ്യൽ റിപ്പോർട്ട്സ് കീപ്പ് ചെയ്യണം, അതുപോലെ എൻഷുർ ദ ക്വാളിറ്റി കസ്റ്റമർ സപ്പോർട്ട്, അഡോപ്റ്റ് സ്യൂട്ടബിൾ ആൻഡ് എത്തിക്കൽ പ്രാക്ടീസ്, ഇന്നോവേഷൻ ആൻഡ് അഡാപ്ഷൻ, കോൺട്രിബ്യൂഷൻ ടു എക്കണോമിക് സ്റ്റെബിലിറ്റി. ഓക്കെ, ഒരുപാട് കമ്മിറ്റ്മെൻറ്റ്സ് ഉണ്ട്. എന്താണ്, അഡിക്വേറ്റ് മെയിൻറ്റെയിൻ ചെയ്യണം, ക്യാപിറ്റൽ റിസോഴ്സ് മെയിൻറ്റെയിൻ ചെയ്യണം. ഓക്കെ, എന്താണ്, ഡേ ടു ഡേ എക്സ്പെൻസ് മീറ്റ് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട്. അതുപോലെ തന്നെ ക്ലയൻസിനോട് ഒരു ബെസ്റ്റ് ഒരു കമ്മ്യൂണിക്കേഷൻ കീപ്പ് ചെയ്യണം. അതുപോലെ ഫിനാൻഷ്യൽ റിപ്പോർട്ടിങ്സ് കറക്റ്റായിട്ട് ചെയ്യണം. അതുപോലെ ഇന്നോവേഷൻസ് ആൻഡ് അഡാപ്ഷൻസ് ചെയ്യണം. കാരണം എന്താണ്, ടെക്നോളജി പോകുന്നതിനനുസരിച്ച് അവരുടെ ട്രേഡിംഗ് സ്റ്റൈൽ എന്ന് പറയുമ്പോൾ എന്താണ്, കുറച്ചുകൂടി നമ്മളെ റീറ്റെയിലറേക്കാൾ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിരിക്കും. അപ്പോൾ എന്താണ്, അവർക്ക് ആ ഒരു കാലം പോകുന്നതിൻ്റെ കൂടെ തന്നെ പോകേണ്ടത് അനിവാര്യമാണ്. അതുപോലെ എക്കണോമിക് സ്റ്റെബിലിറ്റിയിലേക്ക് കോൺട്രിബ്യൂട്ടും ചെയ്യേണ്ടി വരും. ഓക്കെ, ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഒന്നുകൂടി കൺക്ലൂഡ് ചെയ്ത് പറയുകയാണെങ്കിൽ എന്താണ്, ഏതൊരു ഇൻസ്റ്റിറ്റ്യൂഷനും അവരുടെ ലോങ് ടേം ഗോൾ ഒബ്ജക്റ്റീവ് ഓറിയൻറ്റഡ് ആയിട്ടായിരിക്കും അവരുടെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ലോങ് ടേമിലേക്ക്. കാരണം എന്താണ്, അവർക്ക് സസ്റ്റെയിൻ ചെയ്യണം. ആ ഒരു ഫേം സസ്റ്റെയിൻ ചെയ്യണമെങ്കിൽ എന്താണ്, അവരുടെ ഗോൾസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ലോങ് ടേം പെർസ്പെക്റ്റീവിലായിരിക്കണം. അതുകൊണ്ട് തന്നെ എന്താണ്, അവർക്കറിയാം, ദേ നോ ദെയർ റിസ്ക് അപ്പറ്റൈറ്റ്. അവർക്കറിയാം അവരുടെ റിസ്ക് അപ്പറ്റൈറ്റ് എന്താണ്, അവരുടെ റിസ്ക് എന്താണ്, അല്ലെങ്കിൽ അവരുടെ ഒരു റിസ്ക് ടോളറൻസ് എന്താണെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ അവർ ചൂസ് ചെയ്യുന്ന അസറ്റ് ക്ലാസ് എന്ന് പറയുന്നത് എന്താണ്, ദേ ചൂസ് അസറ്റ് ക്ലാസ് ബേസ്ഡ് ഓൺ ദെയർ റിസ്ക് ടോളറൻസ്. അവരുടെ റിസ്ക് ടോളറൻസ് അനുസരിച്ചിട്ടുള്ള അസറ്റ് ക്ലാസ് മാത്രമേ അവർ തിരഞ്ഞെടുക്കൂ. ഓക്കെ, അതാണ് പറയുന്നത്. ഹൈ റിസ്ക് എടുക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷനും ഉണ്ട്, മീഡിയം റിസ്ക് എടുക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷനും ഉണ്ട്. ഹൈ റിസ്ക് എടുക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ, അവരുടെ കയ്യിൽ അവരുടെ ഫണ്ട് എന്ന് പറയുന്നത് ഹ്യൂജ് ഫണ്ടായിരിക്കും. റിലേറ്റ് ടു മീഡിയം റിസ്ക് എടുക്കുന്നവരെക്കാൾ കൂടുതൽ റിസ്ക് ആയിരിക്കും. കൂടുതലും ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് ലൈക്ക് എന്താണ്, ഗോൾഡ്മാൻ സാക്സ്, അതുപോലെ തന്നെ എന്താണ് മോർഗൻ സ്റ്റാൻലി, ഇവരെന്നൊക്കെ പറയുന്നത് ഹൈ റിസ്ക് എടുക്കുന്ന ആളുകളാണ്. ഇവരുടെ മേജറായിട്ട് എന്ന് പറഞ്ഞാൽ ഡെറിവേറ്റീവ്സിൽ, അതുപോലെ തന്നെ ഈ ഷെയർസ് അതിലാണ്. നമ്മളെപ്പോലെ നമ്മളുടെ എന്താണ് ഈ മീഡിയം ടേംസ് കൂടുതൽ മീഡിയം ആയിട്ട് റിസ്ക് എടുക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസൊക്കെ കൂടുതൽ ഗവൺമെൻറ് അതുപോലെ കുറച്ചുകൂടി സേഫായിട്ട് എന്ന് വെച്ചാൽ റിസ്ക് എടുക്കുന്നുണ്ട്, ഒരു മീഡിയം ടൈം റിസ്ക് എടുക്കുന്നുണ്ട്, അതിനൊരു അത്യാവശ്യം ഒരു റിട്ടേണും ജനറേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷന് എന്താണ്, ഒരു മീഡിയം ടേം ലെവലിൽ വരുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ. അവർ കൂടുതൽ ഗവൺമെൻറ് ബോണ്ട്സ്, ETF ഇതിലൊക്കെ ആയിരിക്കും അവരുടെ കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ്സ് വരുന്നത്. ഇതിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ
നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മളുടെ റിസ്ക് ടോളറൻസ് അനുസരിച്ചിട്ടുള്ള അസറ്റ് ക്ലാസ് വേണം നമ്മൾ തിരഞ്ഞെടുക്കാൻ. ഇവിടെ ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ എന്താ, റീറ്റെയിലേഴ്സിൻ്റെ ഒരു മെൻറ്റാലിറ്റി നോക്കുകയാണെങ്കിൽ ഈ ഒരു പിക്ചർ നോക്കുകയാണെങ്കിൽ എന്താ, ഈ കേസിൽ എന്നെ തന്നെ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ക്യാപിറ്റൽ 25,000 രൂപയെ ക്യാപിറ്റലുള്ളൂ, ലെസ് നോളജുമാണ്. ഓക്കെ, എനിക്ക് പറ്റിയ എന്താ, ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ്, SIP, അതുപോലെ സ്വിംഗ് ട്രേഡിംഗ്, ഇതിലൊക്കെ എനിക്ക് ചെയ്തു പഠിക്കാം. പക്ഷേ എനിക്ക് വേണ്ടത് എന്താണ്, ഡെറിവേറ്റീവ് ഓപ്ഷൻസ് ആൻഡ് ഡെറിവേറ്റീവിൽ ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് ആണ് എനിക്ക് വേണ്ടത്, ബിക്കോസ് ഓഫ് മൈ ഹ്യൂജ് എക്സ്പെക്റ്റേഷൻ. ഓക്കെ, ഇതാണ് ആ ഒരു റിയാലിറ്റി. റീറ്റെയിലേഴ്സ് മനസ്സിലാക്കാവുന്ന ഒരു മേജർ റിയാലിറ്റി എന്ന് പറയുന്നത് ഇതാണ്. ക്യാപിറ്റൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ 25,000 രൂപയാണ് ക്യാപിറ്റൽ, ലെസ് നോളജ് ആണെന്നുണ്ടെങ്കിൽ എന്താണ്, എനിക്ക് പറ്റിയ അസറ്റ് ക്ലാസ് എന്ന് പറഞ്ഞാൽ ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാം, SIP ചെയ്യാം, അതുപോലെ തന്നെ എന്താണ്, ഒന്ന് സ്വിംഗ് ട്രേഡിങ്ങും സെലക്ട് ചെയ്ത് ഒന്ന് ട്രേഡ് ചെയ്ത് പഠിക്കാം. പക്ഷെ നമ്മൾ ഡയറക്റ്റ് നമുക്ക് എന്താണ്, നമ്മളുടെ ആ ഒരു അട്രാക്ഷൻ പോകുന്നത് എങ്ങോട്ടാണ്, ഡെറിവേറ്റീവ്, ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസിലേക്കാണ് കൂടുതൽ നമ്മളുടെ ആ ഒരു താല്പര്യം പോകുന്നത്, ബിക്കോസ് ഓഫ് ഹ്യൂജ് എക്സ്പെക്റ്റേഷൻ. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ആ ഒരു ഗ്രാഫിൽ നിന്ന് നമ്മളുടെ പേഴ്സണാലിറ്റി ആൻഡ് റിസ്ക് ടോളറൻസിനനുസരിച്ചുള്ള അസറ്റ് ക്ലാസ് തിരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞതിൻ്റെ ആ ഒരു മെയിൻ ബേസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് തോന്നുന്നു. നെക്സ്റ്റ്, സ്ട്രക്ചർ ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫേം. ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫേംസ് എന്ന് പറയുമ്പോൾ നമ്മൾ നേരെ ഒന്നുകൂടി പറഞ്ഞ് ബോറടിപ്പിക്കുകയാണ്. ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ കയ്യിൽ നിന്ന് അവരുടെ ലംസം ഓഫ് മണി ഇൻവെസ്റ്റ് ചെയ്യുന്ന മണീനെ ഒരു അസറ്റ് മാനേജർ എന്ത് ചെയ്യും, അതെല്ലാം കൂടി പൂൾ ഓഫ് ലിക്വിഡിറ്റി ആക്കിയിട്ട് എന്ത് ചെയ്യും, നേരെ അവരേതാണോ അവരുടെ റിസ്ക് അപ്പറ്റൻസ് അനുസരിച്ചിട്ട് ഇൻകം ജനറേറ്റ് ചെയ്യുന്ന ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ക്ലാസ്സിലേക്ക് അല്ലെങ്കിൽ ഒരു അസറ്റ് ക്ലാസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്ത് ജനറേറ്റ് ചെയ്യും ഇൻകം. അപ്പോൾ എന്താണ്, അവരുടെ ഒരു സ്ട്രക്ചർ ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫേം, അതും എസ്പെഷ്യലി എന്താണ്, ഫൈനാൻഷ്യൽ ഇൻസ്ട്രുമെൻസിൽ ഡീൽ ചെയ്യുന്ന കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഒരു ഫ്രണ്ട് ഓഫീസ് ഉണ്ടാവും, ഒരു മിഡിൽ ഓഫീസ് ഉണ്ടാവും, ഒരു ബാക്ക് ഓഫീസ് ഉണ്ടാവും. നിങ്ങൾ നോക്കുക, ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻസ് ട്രേഡ് ചെയ്യുമ്പോൾ അവരുടെ ആ ഒരു ട്രേഡിങ്, ആ ഒരു ആക്ടിവിറ്റീസിൽ കൺട്രോൾ ചെയ്യുന്ന ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ലെവലിലായിട്ടാണ് കാര്യങ്ങൾ പോകുന്നത്. ഫസ്റ്റ് ഒരു ഫ്രണ്ട് ഓഫീസ് ഉണ്ടാവും. ഈ ഫ്രണ്ട് ഓഫീസിലാണ് ഫസ്റ്റ് ട്രേഡിംഗ് ഫ്ലോർ ഉണ്ടാവും, ട്രേഡ് ചെയ്യണമല്ലോ അതിൻ്റെ. അതുപോലെ സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് നമ്മൾ പറഞ്ഞ പോലെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ, ഇപ്പം മ്യൂച്വൽ ഫണ്ട് ആവാം, ഒരു ഇൻഷുറൻസ് കമ്പനി, അവരുടെ സെയിൽസ് എന്ന് പറയുമ്പോൾ എന്താണ്, അവരുടെ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ആ ഇൻഷുറൻസ് ആ ഒരു ടേം ഇൻഷുറൻസ് ആയിരിക്കും അവരുടെ പ്രൊഡക്റ്റ്. അതുപോലെ ഒരു മ്യൂച്വൽ ഫണ്ടിനെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ഒരു മ്യൂച്വൽ ഫണ്ടിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആ ഒരു ഫണ്ടാണ് അവരുടെ പ്രൊഡക്റ്റ്. ഓക്കെ, അതാണ് ഇവരിവിടെ സെയിൽ ചെയ്യുന്നത്. അതാണ് സെയിൽ ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ്. അതുപോലെ റിസർച്ച് ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് സംബന്ധിച്ചോളം അവരുടെ ഫ്രണ്ട് ഓഫീസിൽ ഫ്ലോർ ട്രേഡേഴ്സ്, സെയിൽ ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റാഫ്സ് ഉണ്ടാവും, അതുപോലെ റിസർച്ച് ഡിപ്പാർട്ട്മെൻറ്റ് കാര്യങ്ങളെല്ലാം റിസർച്ച് ചെയ്യുന്നത്. അതുപോലെ അതിൻ്റെ തൊട്ട് താഴെ എന്താണ്, ഒരു മിഡിൽ ഓഫീസ് ഉണ്ടാവും. അവിടെയാണ് ആക്ച്വലി റിസ്ക് മാനേജ്മെൻറ്റ്, കംപ്ലയൻസ്, ഓപ്പറേഷൻ ആൻഡ് ട്രഷറി കാര്യങ്ങളെല്ലാം ഇവരുടെ ബാക്ക് വാളിൽ നിന്ന് കാര്യങ്ങൾ നോക്കുന്നത്. അതിൻ്റെ ഏറ്റവും താഴെ ഒരു ബാക്ക് ഓഫീസ് ഉണ്ടാവും. അതിലെന്താണ്, ട്രേഡ് സെറ്റിൽമെൻറ്റ്, ഡാറ്റ മാനേജ്മെൻറ്റ്, ടെക് IT, ഇവർക്ക് വേണ്ട സപ്പോർട്ടിങ് കാര്യങ്ങളിലെല്ലാം ഇവിടെ നിന്ന് പോകും. അതുപോലെ HR ഡിപ്പാർട്ട്മെൻറ്റ്, ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ്, ആളുകളെ വേണമെങ്കിൽ റിക്രൂട്ട് ചെയ്യാനും കാര്യങ്ങളെല്ലാം ചെയ്യാൻ വേണ്ടി ഒരു HR ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാവും. അതുപോലെ തന്നെ സ്ട്രാറ്റജി പ്ലാനിങ്, ബിസിനസ് ഡെവലപ്മെൻറ്റ്, ലീഗൽ ഡിപ്പാർട്ട്മെൻറ്റ്, അതുപോലെ ഓഡിറ്റിംഗ്. ഇതിനെല്ലാം ഓരോ സെക്ടേഴ്സിലും ഓരോ സെക്ഷനിലും ഇതിനൊക്കെ കൺട്രോൾ ചെയ്യാൻ ഓരോ ആളുകളുണ്ടാവും. ഓക്കെ, അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ക്ലയൻസിൻ്റെ ക്യാഷ് യൂസ് ചെയ്തിട്ടാണ് ഇത്രയും വലിയൊരു ഓപ്പറേഷൻ നടത്തുന്നത്. ഓക്കെ, ഇൻവെസ്റ്റ്മെൻറ്റിൽ ആക്ച്വലി ട്രേഡിങ് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ നടത്തുന്ന സമയത്ത് അത് ഒരു വോൾ ക്യാൻവാസിലാണ് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് അത്രയും സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു സ്റ്റൈലിലൂടെ മാത്രമേ ചെയ്യൂ. ഇപ്പം നിങ്ങൾ ഒരു സ്ട്രക്ചർ ഓഫ് എ റീറ്റെയിലർ നോക്കുകയാണെങ്കിൽ ഒരു റീറ്റെയിലറെ സംബന്ധിച്ചോളം അവൻ്റെ ഫ്രണ്ട് ഓഫീസും അവൻ്റെ മിഡിൽ ഓഫീസും അവൻ്റെ ബാക്ക് ഓഫീസും എല്ലാം നിങ്ങളാ ചെയ്യുന്നതെങ്കിൽ നിങ്ങളാണ്. ഫ്ലോർ ട്രേഡ് ചെയ്യുന്ന ആൾ നിങ്ങളാണ്. റിസർച്ച് ഡിപ്പാർട്ട്മെൻറ്റ് ആരാ, അതും നിങ്ങളാണ്. റിസ്ക് മാനേജ്മെൻറ്റ് ചെയ്യുന്ന ആളും നിങ്ങളാണ്. അതിലെ ഓപ്പറേഷൻസ് ചെയ്യുന്ന ആളും നിങ്ങളാണ്. അതുപോലെ തന്നെ ബാക്ക് ഓഫീസിൽ ട്രേഡ് സെറ്റിൽമെൻറ്റ്സ് ക്ലോസ് ചെയ്യുന്നതും അതുപോലെ തന്നെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നതാണ് ഒക്കെ ഒരാളാണ്. ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ അവരുടെ തെറ്റ് വന്നു കഴിഞ്ഞാൽ അത് നോക്കി മോണിറ്റർ ചെയ്യാൻ അവിടെ ആളുണ്ട്. ഇൻ കേസ് എന്തെങ്കിലും ഡിഫോൾട്ട് സംഭവിക്കുകയാണെങ്കിൽ ടെക്നിക്കൽ സപ്പോർട്ടിങ് ആളുകളുണ്ട്. ഓക്കെ, നമ്മൾ ഒരു തെറ്റാണ് ചെയ്യുന്നതെങ്കിൽ ആ തെറ്റ് കാണിച്ചു കൊടുക്കാൻ ആളുകളുണ്ട്. നമ്മളതെല്ലാം നമ്മളുടെ കയ്യിലാണ്. ഓക്കെ, നമ്മളുടെ കയ്യിലാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു മേജർ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് ഏകദേശം ഈ ഒരു ഫോമിലാണ്. ഒരു റീറ്റെയിലറുടെ ആക്ച്വൽ ഒരു സ്ട്രക്ചർ ഫോർമേഷൻ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ഓക്കെ,
നമ്മളാണ് നോക്കുന്നത്. നമ്മളുടെ ബോസും നമ്മളുടെ അണ്ടറുള്ള എംപ്ലോയീസും കാര്യങ്ങളൊന്നുമില്ല, നമ്മളാണ്. അതിൽ നിന്ന് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്നത് നമുക്ക്, ലോസ് ആണ് ജനറേറ്റ് ചെയ്യുന്നത് നമുക്ക്. ഓക്കെ, നമുക്ക് കമ്മിറ്റ്മെന്റ് ഉണ്ടോ? ഇൻസ്റ്റിറ്റ്യൂഷൻസിന് കമ്മിറ്റ്മെന്റ് ഉണ്ട്. ഓക്കെ, ഇൻസ്റ്റിറ്റ്യൂഷന് അവരുടെ ആ ഒരു ജനറേറ്റ് ചെയ്ത ഇൻകം തിരിച്ചു കൊടുക്കണം. ഒരു റീറ്റെയിലറെ സംബന്ധിച്ചിടത്തോളം റീറ്റെയിലറും അതുപോലെ ആരെയെങ്കിലും വാങ്ങിയതാണെങ്കിൽ അവർക്കും കമ്മിറ്റ്മെന്റ് ഉണ്ട്. ഓക്കെ, ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഓൺ മണി യൂസ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം എന്താണ്, കമ്മിറ്റ്മെന്റ്സ് കുറവായിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് ലാസ്റ്റ് ഈ ഒരു വീഡിയോ ഇത്രയും കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് കൺക്ലൂഡ് ചെയ്യാണ്. നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താണ്, ദയവ് ചെയ്ത് ഓവർടേക്ക് ചെയ്യാതിരിക്കുക. ഓക്കെ, നമ്മൾ 1,00,000, 50,000, 25,000, 10,000 കൊണ്ട് വരുന്ന നമ്മളെ പോലുള്ള ആളുകൾ ക്രോർസ് ഓഫ് എമൗണ്ട് കൊണ്ടുവരുന്ന ഇതുപോലത്തെ ഇൻസ്റ്റിറ്റ്യൂഷനായിട്ട് കളിക്കാൻ നിൽക്കരുത്. ഓക്കെ, കഴിയുന്നതും അവരുടെ ഫുട് പ്രിൻറ്റ്സ് കണ്ടുപിടിച്ച് അവർ പോകുന്ന വഴിക്ക് അതുപോലെ പോകാൻ ശ്രമിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയും ചെറിയൊരു നേരം കൊണ്ട് പറഞ്ഞ കാര്യങ്ങളെല്ലാം നമുക്ക് കൺക്ലൂഡ് ചെയ്ത് ഒറ്റ പ്രാവശ്യം കൂടി ഓടിച്ചൊന്ന് നോക്കാം. ഓക്കെ, നമ്മൾ മാർക്കറ്റ് മേക്കർ സീരീസ് 2 ആണ്. ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് റിസ്ക് മാനേജ്മെന്റ് ആണ് ചെയ്യുന്നത്. ഓക്കെ, ഇൻസ്റ്റിറ്റ്യൂഷൻ എവിടെ നിന്ന് ഇതുപോലെ ക്യാപിറ്റൽ വരുന്നു? സിമ്പിളായിട്ട് വരാം. ഇൻവെസ്റ്റേഴ്സിൻ്റെ കയ്യിൽ നിന്ന് അവരുടെ ക്യാപിറ്റൽ, അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് എല്ലാം ഒരു ലാർജ് ഫണ്ടാക്കി, ഒരു പൂൾ ഓഫ് ഫണ്ടാക്കി മാറ്റിയിട്ട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ബിസിനസ് ചെയ്യും. ബിസിനസ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻവെസ്റ്റ്മെന്റ് ബിസിനസ് ആയിരിക്കും ചെയ്യുക. ചില ബിസിനസ്സിന് ക്യാഷ് ആവശ്യമുണ്ടെങ്കിൽ അവർക്ക് ആ ക്യാഷ് കൊടുക്കും, അവരെ നിന്ന് റിട്ടേൺ വാങ്ങിക്കും. അതുപോലെ ഇൻവെസ്റ്റ്മെന്റ്സ് ആയിട്ട് ചെയ്യും, അതിൽ നിന്ന് ജനറേറ്റ് ചെയ്യും, ഇൻകം ജനറേറ്റ് ചെയ്യും. അതിൽ നിന്ന് കിട്ടുന്ന ഏണിങ്സിന്റെ ഒരു സർട്ടൻ പെർസെൻറ്റേജ് റിട്ടേൺ ഇങ്ങോട്ട് പോകും. ഓക്കെ, അതുകൊണ്ട് തന്നെ എന്താണ്, ക്ലയൻസിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് അതിനെ ഒരു പൂൾ ഓഫ് ലിക്വിഡിറ്റി ആക്കി മാറ്റിയിട്ട് അതാണ് ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ ക്യാപിറ്റൽ. അല്ലാതെ അവർ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന ഇൻകം അല്ല. അവരുടെ ഇൻകം അല്ലാത്തത് കൊണ്ട് അവർക്ക് ടെൻഷൻ കുറവാണ്. ഓക്കെ, സിമ്പിളായിട്ട് അങ്ങനെ പറയാം. അതുപോലെ തന്നെ എന്താണ്, ആ ഒരു സൈക്കിൾ നമ്മൾ പറഞ്ഞു, ഇൻവെസ്റ്റേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ആ പൂൾ ഇൻ ദെയർ മണി, അവരുടെ മണിയെല്ലാം പൂൾ ചെയ്തിട്ട് എന്ത് ചെയ്യും, ഫണ്ട് മാനേജർ അല്ലെങ്കിൽ പോർട്ട്ഫോളിയോ മാനേജർ എന്ത് ചെയ്യും, റൈറ്റ് ആയിട്ടുള്ള അസറ്റ് ക്ലാസ്സിൽ ഈ ക്യാഷ് ഡൈവേഴ്സിഫൈ ചെയ്യും. ചിലപ്പം ഷെയർസിൽ ചെയ്യും, ഗവൺമെൻറ് ബോണ്ട്സിൽ ചെയ്യും, ETF ചെയ്യും, ഡെറിവേറ്റീവ്സിൽ ചെയ്യും. ഇതൊക്കെ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഏതാണ് അവരുടെ റിസ്ക് ആപ്പറ്റൻസിനനുസരിച്ച് ചെയ്യും. അങ്ങനെ എന്ത് ചെയ്യും, അതിൽ നിന്ന് ഇൻകം ജനറേറ്റ് ചെയ്യുന്ന അതിൽ നിന്ന് കിട്ടുന്ന ആ ഒരു ഇൻകത്തിൻ്റെ ഒരു സർട്ടൺ പെർസെൻറ്റേജ് റിട്ടേൺ എന്ത് ചെയ്യും, തിരിച്ച് ഇൻവെസ്റ്റേഴ്സിന് കൊടുക്കും. ഇതാണ് ഇതിൻ്റെ ഒരു സൈക്കിൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ കൺക്ലൂഡ് ചെയ്തത് എന്താണ്, ദ മെയിൻ ഡിഫറൻസ് ബിറ്റ്വീൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് റീറ്റെയിലർ പറയുന്നത്, ഇൻസ്റ്റിറ്റ്യൂഷൻസിന് അവരുടെ ക്ലയൻസിൻ്റെ മണി യൂസ് ചെയ്തിട്ടാണ് അവർ ചെയ്യുന്നത്. നമ്മൾ റീറ്റെയിലേഴ്സ് നമ്മളുടെ ഓൺ മണി. നിങ്ങൾ ഈ ഒരു പിക്ചർ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു ഡിഫറൻസ് കാണുന്നില്ലേ? നമുക്ക് കിട്ടുന്ന ഡാറ്റയും അവർക്ക് കിട്ടുന്ന ഡാറ്റയും തമ്മിലുള്ള വ്യത്യാസം കണ്ടില്ലേ? നമുക്ക് പബ്ലിക്കലി അവൈലബിൾ ആയിട്ടുള്ള ഡാറ്റാസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അവർക്ക് പെയ്ഡ് കൊടുത്ത് അവർക്ക് പല പെയ്ഡായിട്ടുള്ള സീക്രട്ട് ആയിട്ടുള്ള ന്യൂസും കാര്യങ്ങളെല്ലാം അവരുടെ കയ്യിലെത്തുന്നുണ്ട്. നമ്മൾ മണി കൺട്രോള്, അതുപോലെ തന്നെ തേർഡ് പാർട്ടി ആപ്സ് എല്ലാം യൂസ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് യൂസ് ചെയ്യുന്നത് ദെയർ ക്ലയൻസ് ഓർ ഇൻവെസ്റ്റേഴ്സിൻ്റെ ക്യാപിറ്റലും, നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മളുടെ ഓൺ ക്യാപിറ്റൽ, കുടുംബശ്രീ എന്ന് വരെ ലോൺ എടുത്ത ക്യാപിറ്റലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അവരുടെ റിസ്ക് ടോളറൻസ് എന്ന് പറഞ്ഞാൽ അവരുടെ ക്ലയൻസ് അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സ് അവർക്ക് ക്യാപിറ്റൽ പ്രൊവൈഡ് ചെയ്യും. അവരെന്ത് ചെയ്യും, പൂൾ ദെയർ മണി ടുഗദർ, മണിയെല്ലാം പൂൾ ചെയ്തിട്ട് അവർ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യും. അവരെന്താണ് ലയബിൾ ടു ഗീവ് റിട്ടേൺ ടു ദ ക്ലയൻസ്. അവർക്ക് എന്താ റിട്ടേൺസ് അവർ ജനറേറ്റ് ചെയ്യുന്ന ഇൻകത്തിൻ്റെ പുറത്ത്, അല്ലെങ്കിൽ അവർ ജനറേറ്റ് ചെയ്യുന്ന പ്രോഫിറ്റിൻ്റെ ഒരു സർട്ടൺ പെർസെൻറ്റേജ് ക്ലയൻറ്റിന് കൊടുക്കണം. കാരണം ക്ലയൻ്റ് ആണ് പ്രൊവൈഡിങ് ക്യാപിറ്റൽ ടു പെർഫോം ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ. അതുകൊണ്ട് തന്നെ അവരുടെ ബേസ്ഡ് ഓൺ ദെയർ റിസ്ക് ടോളറൻസ്, അവരുടെ റിസ്ക് ടോളറൻസ് അനുസരിച്ചായിരിക്കും അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ പറഞ്ഞ ഒരു പോർട്ട്ഫോളിയോ മാനേജർ അല്ലെങ്കിൽ ഒരു അസറ്റ് മാനേജർ എന്ത് ചെയ്യണം, അവരുടെ കമ്പനി അല്ലെങ്കിൽ അവരുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ ഏതൊക്കെ അസറ്റ് ക്ലാസ്സിലാണ് ഈ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നത്, സ്റ്റോക്സിലാണോ, ബോണ്ടിലാണോ, ETF-ലാണോ, ഗോൾഡിലാണോ. ഓക്കെ, ഇതൊക്കെ അതിൻ്റെ ഒരു ബേസിലാണ്. ഓക്കെ, റിസ്ക് ടോളറൻസിൻ്റെ ബേസിലാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ റിസ്ക് ആൻഡ് റിവാർഡ് ട്രേഡ് ഓഫിൻ്റെ ഗ്രാഫ് നമ്മൾ പറഞ്ഞു, റിട്ടേൺ ആൻഡ് ലെവൽ ഓഫ് റിസ്ക്. ഓക്കെ, ലെവൽ ഓഫ് റിസ്ക് ഷോർട്ട് ടേം ഡെപ്റ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നോക്കൂ, റിസ്ക്കും റിട്ടേണും തമ്മിലുള്ള ഒരു ഇത്. അതുപോലെ തന്നെ ഗവൺമെൻറ് ബോണ്ട്സ് ആണെങ്കിൽ
ഷോർട്ട് ടേം ഡെപ്റ്റ് ഇൻസ്ട്രുമെൻറ്റിനേക്കാൾ റിസ്ക്കും ഉണ്ട്, ഷോർട്ട് ടേം ഡെപ്റ്റ് ഇൻസ്ട്രുമെൻറ്റിനേക്കാൾ റിട്ടേണും ഉണ്ട്. അതുപോലെ തന്നെ എന്താണ് ETF എടുക്കുകയാണെങ്കിൽ എന്താ, കമ്പയർ ടു ഷോർട്ട് ടേമും ഗവൺമെൻറ് ബോൺസിനേക്കാൾ കൂടുതൽ റിസ്ക്കും ഉണ്ട്, റിട്ടേണും കൂടുതലാണ്. അതുപോലെ തന്നെ എന്താണ് കൊമോഡിറ്റി, അതുപോലെ ഇക്വിറ്റി ഷെയർസ്, ഡെറിവേറ്റീവ്. അപ്പം എന്താണ്, ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഹൈലി ക്യാപിറ്റലൈസ് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിൽ എന്താണ് ഇതിലൊക്കെ അവർക്ക് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഉണ്ടാവും. എന്താണ് ഡൈവേഴ്സിഫൈ ചെയ്യാണ് ചെയ്യുക, പോർട്ട്ഫോളിയോ ഡൈവേഴ്സിഫൈ ചെയ്യാണ് ചെയ്യുക. കാരണം നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഡോണ്ട് പുട്ട് ഓൾ എഗ്സ് ഇൻ ടു വൺ ബാസ്ക്കറ്റ് എന്ന് പറയുന്ന പോലെ അവരുടെ എല്ലാ ഇൻവെസ്റ്റ്മെൻറ്റും കൂടി ഒരു അസറ്റ് ക്ലാസ്സിലല്ല അവർ നിക്ഷേപിക്കുക, പല 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 അസറ്റ് ക്ലാസ്സിലും അവർ ചെയ്യും. ഓക്കെ, അപ്പം നമ്മളും നമ്മളുടെ റിസ്ക് ആൻഡ് റിട്ടേൺ, നമ്മളുടെ റിസ്ക് അപ്പറ്റൻസ്, നമ്മളുടെ മെൻറ്റാലിറ്റി, അല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു പേഴ്സണാലിറ്റിക്ക് മാച്ച് ചെയ്തിട്ടുള്ള സെഗ്മെൻറ്റ് വേണം നമ്മൾ ചൂസ് ചെയ്യാൻ. അതിൽ നമ്മൾ മിസ് ഔട്ട് വരുന്ന സമയത്താണ് നമുക്ക് പല ഡിഫോൾട്ടും സംഭവിക്കുന്നതെന്നാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്. അതുപോലെ തന്നെ അവർക്ക് ഒരുപാട് കമ്മിറ്റ്മെൻറ്റ്സ് ഉണ്ട്. ഓക്കെ, ഒരാളെ കയ്യിൽ നിന്ന് പൈസ കടം വാങ്ങി അല്ലെങ്കിൽ ഒരാളുടെ ക്യാഷ് വെച്ച് ചെയ്യുന്ന, അതിപ്പോൾ റീറ്റെയിലർ ആണെങ്കിലും ഒരു ഇൻവെസ്റ്റർ ആണെങ്കിലും നിങ്ങളെ സ്വന്തം ക്യാഷ് യൂസ് ചെയ്യുന്നതിന് പകരം മറ്റൊരാളുടെ കയ്യിൽ നിന്ന് ക്യാഷ് വാങ്ങിയിട്ടാണ് ഇതുപോലത്തെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് കാര്യങ്ങൾ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് കമ്മിറ്റ്മെൻറ്റ്സ് ഉണ്ട്. കാരണം മെയിൻ കമ്മിറ്റ്മെൻറ്റ് അയാളായിട്ടുള്ള റിലേഷൻ കട്ടാവാതെ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ അയാൾക്ക് ഓഫർ ചെയ്ത ആ റിട്ടേൺ കൊടുക്കാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ്. അതുകൊണ്ട് തന്നെ ഏതൊരു ഇൻസ്റ്റിറ്റ്യൂഷനും ഒരു ലോങ് ടേം ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ ഒരു ലോങ് ടേം പെർസ്പെക്റ്റീവിൻ്റെ ബേസിലാണ് പെർഫോം ചെയ്യുന്നത്. അവരുടെ ഓപ്പറേഷൻ്റെ മോഡ് ഓഫ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് ലോങ് ടേം ആൻഡ് ഗോൾ ഓറിയൻറ്റഡ് ആയിട്ടായിരിക്കും. ഒരു റീറ്റെയിലറുടെ ഒരു മെയിൻ പ്രശ്നം അവരെപ്പോഴും ഒരു ഷോർട്ട് ടേം ആയിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുകളാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ അവർക്കറിയാം ദേ നോ ദെയർ റിസ്ക് അപ്പറ്റൻസ്. അതുകൊണ്ട് തന്നെ ചൂസ് അസെറ്റ് ക്ലാസ് ബേസ്ഡ് ഓൺ ദെയർ റിസ്ക് ടോളറൻസ് ആണ്. ഓക്കെ, പിന്നെ റീറ്റെയിലറുടെ ഒരു മെൻറ്റാലിറ്റി നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ അവരുടെ ഒരു സ്ട്രക്ചർ ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫേംസ്, ഫ്രണ്ട് ഓഫീസ്, മിഡിൽ ഓഫീസ്, ബാക്ക് ഓഫീസ്, ഇതെന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. നമ്മളെക്കാൾ ഒരുപാട് ശക്തരാണ് അവർ. കാരണം അവർ ഇത്രയും ഹ്യൂജ് എമൗണ്ട് വെച്ച് യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഒരാൾക്കോ രണ്ടാൾക്കോ മൂന്നാൾക്കാർക്കോ ഇട്ടാൽ അത് മാനേജ് ചെയ്യാൻ കഴിയില്ല. അവരെന്ത് ചെയ്യും, ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനും ഓരോ ആളുകളെ ഏൽപ്പിച്ചിട്ട് അവരുടെ കാര്യങ്ങൾ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുക. ഓക്കെ, നമ്മളുടെ ഫ്രണ്ട് ഓഫീസും ബാക്ക് ഓഫീസും മിഡിൽ ഓഫീസും എല്ലാം നമ്മളാണ് എല്ലാം ചെയ്യുന്നത്. ഓക്കെ, പ്രോഫിറ്റ് ആണെങ്കിൽ നമുക്കുള്ളതാണ്, ലോസ് ആണെങ്കിൽ നമുക്കുള്ളതാണ്. ഓക്കെ, ഇതെല്ലാം കൂടി ചെയ്യുമ്പോൾ നമുക്ക് ടെൻഷൻ വരും. ഓക്കെ, അപ്പം നമ്മൾ കൺക്ലൂഡ് ചെയ്തത് ഈ ഒരു പിക്ചറിൽ നമ്മൾ മനസ്സിലാക്കിയ നമ്മൾ എൻറ്റയർലി ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിട്ടാണ് നമ്മളുടെ ഗെയിം. ഓക്കെ, എപ്പോഴും നമ്മളുടെ റിസ്ക് അപ്പറ്റൻസും നമ്മളുടെ ക്യാപിറ്റലിൻ്റെയും നമ്മൾക്ക് എടുക്കാൻ വേണ്ടി പറ്റുന്ന റിസ്കിൻ്റെയും ആ ഒരു ലെവല് നമ്മൾ മനസ്സിലാക്കിയിട്ട് അതിന് ഇണങ്ങിയിട്ടുള്ളൊരു ഇൻസ്ട്രുമെൻ്റ് വേണം നമ്മൾ തിരഞ്ഞെടുക്കാൻ. ഓക്കെ, അപ്പം ഒരുപാട് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും തോന്നുന്നു. ഇതൊരു തുടക്കം മാത്രമാണ്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് 3rd വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.